പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത്. മീനുവിനെയും കൊണ്ടുള്ള യാത്രക്കിടയിൽ ഒടുവിൽ സൂരജ് മീനുവിനെ ഒന്ന് ഭയപ്പെടുത്താമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് മീനുവിനോട് ഞാൻ ഇവിടെ വെച്ച് നിന്നെ എന്തെങ്കിലും ചെയ്താൽ ആരും തന്നെ ചോദിക്കാൻ വരികയില്ല എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നീ മരിച്ചാൽ എന്നെ ആരും സംശയിക്കുകയില്ല. ആ കാര്യം സത്യം തന്നെയാണ്. എന്താ മീനോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തിൽ? ഇത് കേൾക്കുന്ന മീനു ആകെ ഭയപ്പെട്ടു പോവുകയാണ്. സൂരജ് സാർ സത്യത്തിൽ എന്നെ കൊല്ലുമോ? ഇനി അങ്ങനെ ചെയ്താൽ എന്താകും നാട്ടിലെ അവസ്ഥ? കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ആരും തന്നെ സൂരജ് സാറിനെ സംശയിക്കുകയില്ല എന്നുള്ള കാര്യവും സത്യം തന്നെയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. മീനു ആകെ പേടിച്ചു പോകുന്നു. ഇതേ തുടർന്ന് അങ്ങനെ എളുപ്പം തോൽവി സമ്മതിക്കുകയില്ല താൻ എന്നുള്ള നിലപാട് അറിയിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് മീനു. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് മീനു കത്തി പുറത്തെടുത്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി മീനുവിൻ്റെ കയ്യിൽ കത്തി കണ്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഇപ്പോൾ സൂരജ്. എന്താ മീനു, കത്തിയൊക്കെ എന്ത് പറ്റി? ഈ കത്തി കറി അരിയുന്നതിന് മാത്രം ഉപയോഗിക്കുന്ന കത്തിയല്ല. ഒരാളെ കുത്തി കൊലപ്പെടുത്താനും ഈ കത്തി കൊണ്ട് സാധിക്കും. സാറിന് ആ കാര്യം അറിയാമല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന സൂരജ്. മീനു, അനാവശ്യമൊന്നും കാണിക്കരുത്. എടുത്തു ചാടിയാൽ പിന്നീട് പ്രശ്നമുണ്ടാകുന്നത് നിനക്ക് തന്നെയാണ്. ആ കാര്യം നീ മറക്കേണ്ടതില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ എന്ത് മറക്കാനാണ് സാർ? എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഞാൻ ഒന്നും മറന്നിട്ടില്ല. കാര്യങ്ങൾ കൃത്യമായി തന്നെ ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ആർക്കും ഒരു പ്രശ്നവുമില്ലാതെ. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്ന സൂരജിനോട് എന്താ സാർ, പേടിച്ചു പോയോ? ഒരിക്കലും ഞാൻ സാറിനെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുകയാണ് മീനു. പക്ഷേ മീനുവിൻ്റെ ഈ നീക്കത്തിൽ പകച്ചു പോകുന്ന സൂരജാകട്ടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഭയപ്പെടുകയാണ്. വിചാരിച്ചതുപോലെയല്ല, അവൾ ബുദ്ധിമതിയാണ്. കാര്യങ്ങൾ കൃത്യമായി ഹാൻഡിൽ ചെയ്യാനും അവൾക്ക് അറിയാം. ഈ ഒരു കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സൂരജിന് ഒരു മതിപ്പൊക്കെ തോന്നിയിരിക്കുകയാണ് ഇപ്പോൾ അവളോട്. എന്നാൽ ഇതേ സമയം സുപ്രധാനമായ മറ്റു വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഇപ്പോൾ ശിവരഞ്ജിനിയുടെ വീട്ടിൽ. ശിവരഞ്ജിനിയുടെ നിലപാടുകൾ കൈവിട്ടു പോകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ കൺവിൻസ് ചെയ്യുന്നതിനായി ശ്രമിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതൊരു പുലിവാലായി മാറുകയും ചെയ്തു. എൻ്റെ കള്ളത്തരം പുറത്തു വരികയാണല്ലോ എന്ന് അവർ പറഞ്ഞതിനെ തുടർന്ന് ശിവരഞ്ജിനിക്ക് ഇപ്പോൾ തോന്നിയ ദേഷ്യം കൂട്ടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ കൃത്യമായിരിക്കണം കേട്ടോ. ഇതോടെ കൂടെയുള്ളവർ അത് ചെയ്യാം സാർ എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇതിനിടയിൽ പുതിയ നീക്കങ്ങൾ ശിവരഞ്ജിനി തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുകയാണ്. ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളഞ്ഞിട്ട് കാര്യമില്ല. മീനുവിനെ തകർക്കാൻ ശ്രമിക്കാം.
എന്നുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കണം. അല്ലാതെ അതിൽ നിന്ന് പിന്മാറിപ്പോവുകയല്ല വേണ്ടത് എന്നുള്ള കാര്യം എടുത്തുകൊണ്ട് തിരിച്ചടിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശിവരഞ്ജിനി. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഞെട്ടിച്ച് കളയുകയും ചെയ്തിരിക്കുകയാണ് മീനുവിനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.